നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ആണ് പറയുന്നത്. അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഉപയോഗം കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് പറയുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ചിൽ വരുന്ന ഒരു പുതിയ ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സെർച്ചിൽ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ടായിരുന്നു നേരത്തെ വരുന്നത്. ഇപ്പോൾ നമുക്കത് ഫോട്ടോ ആയിട്ടും വീഡിയോസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിങ്ക് ആയിട്ടും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും അയച്ചിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോയുടെ ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ ആ ക്യാപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇത് നമുക്ക് പല വ്യൂവിൽ മാറ്റാൻ പറ്റും. ലിസ്റ്റായിട്ടും ഗ്രിഡായിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയ്ക്കും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. വീഡിയോസിൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന എല്ലാ വീഡിയോസും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന PDF-കളും മറ്റുള്ള ഡോക്യുമെൻറ്റും എല്ലാം നമുക്കിവിടെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ലഭിച്ചതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു ഫീച്ചർ നമുക്കിവിടെ QR കോഡിൻ്റെ ഒരു ഫീച്ചറാണ്. അതായത് നമ്മുടെ കോൺടാക്റ്റ് മറ്റുള്ളവർക്ക് ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കാതെ ജസ്റ്റ് ഈ ഒരു QR കോഡ് മറ്റൊരു ഫോൺ വെച്ചിട്ട് വാട്സപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ മറ്റൊരായിട്ട് ഷെയർ ചെയ്യേണ്ട, അവരോട് ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ പറയാൻ മതി. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു വാട്സപ്പ് കോൺടാക്റ്റിലേക്ക് നമ്മുടെ ഈ ഒരു നമ്പരും ആഡാവും. ഇവിടെ നമുക്ക് മറ്റൊരാളുടെ നമ്പർ തിരിച്ച് ഇങ്ങോട്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ എല്ലാവരും സ്റ്റിക്കേഴ്സൊക്കെ ഉപയോഗിക്കുകയാണ്. കൂടുതലും ചാറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും സ്റ്റിക്കേഴ്സാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിക്കേഴ്സ് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാതെ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമോഷൻ നമ്മളിവിടെ ഫേവറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ, സ്റ്റിക്കേഴ്സ് ഇവിടെ ഫേവറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ലവ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലവ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം നമുക്കിവിടെ വരും. അല്ലെങ്കിൽ ഇവിടെ ക്രൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം നമുക്കിവിടെ വരും. അങ്ങനെ നമ്മൾ ഫേവറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ലഭിക്കും. പിന്നെ ഇവിടെ നമുക്ക് പുതിയ സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ നമുക്ക് ഗിഫ് ഇമേജുകളും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഗിഫിൻ്റെ രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 3 അപ്ഡേറ്റ് അല്ലാതെ ഇനി 2 അപ്ഡേറ്റും കൂടി വരുന്നുണ്ട്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസിൽ വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അത് വാട്സപ്പ് വെബ് അല്ലാതെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസുകളിൽ വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു അപ്ഡേറ്റും പിന്നീട് നമുക്ക് ഓരോ ചാറ്റിനും സെപ്പറേറ്റ് ആയിട്ട് വാൾപേപ്പർ ഇടാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റും വരുന്നുണ്ട്. നേരത്തെ നമ്മളൊരു വാൾപേപ്പർ ഇടുമായിരുന്നെങ്കിൽ എല്ലാ ചാറ്റിനും ആ വാൾപേപ്പർ മാറുമായിരുന്നു. ഇനി വരുന്ന അപ്ഡേറ്റിൽ നമുക്ക് ഓരോ ചാറ്റിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള വാൾപേപ്പർ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഈ 2 അപ്ഡേറ്റ് ആണ് ഇനി വരാതിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.